ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 21. നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുക. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം. ഹംഗേറിയൻ വംശജനായ ഗണിതശാസ്ത്രജ്ഞൻ എബ്രഹാം വാൾട്ട് 1938 അമേരിക്കയിലെത്തിയ ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്കായി തൻ്റെ കഴിവുകൾ ചിലവഴിച്ചു. ശത്രുക്കളുടെ വെടിവെപ്പിൽ നിന്ന് തങ്ങളുടെ വിമാനത്തെ സംരക്ഷിക്കാനുള്ള വഴികൾ സൈന്യം തേടുകയായിരുന്നു. അതിനാൽ ശത്രുക്കളുടെ വെടിവെപ്പിനെ പ്രതിരോധിക്കാൻ സൈനിക വിമാനങ്ങളെ എങ്ങനെ മികച്ച രീതിയിൽ സംരക്ഷിക്കാമെന്ന് മനസ്സിലാക്കാൻ വാൾട്ടിനോടും സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ഗ്രൂപ്പിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും ആവശ്യപ്പെട്ടു. തിരികെ വരുന്ന വിമാനങ്ങൾക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ അവർ തുടങ്ങി. എന്നാൽ തിരികെ വരുന്ന വിമാനത്തിലെ കേടുപാടുകൾ ഒരു വിമാനത്തിലെ ഏതു ഭാഗത്ത് ഇടിച്ചാലാണ് അതിനെ അതിജീവിക്കുക എന്ന സൂക്ഷ്മമായ ഉൾക്കാഴ്ചയാണ് വാൾട്ടിന് നൽകിയത്. കൂടുതൽ കവചങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങൾ തകർന്ന വിമാനങ്ങളിലൂടെ കണ്ടെത്താമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഏറ്റവും ദുർബല ഭാഗത്ത് എഞ്ചിനുള്ളിടത്ത് ഇടിച്ച വിമാനങ്ങൾ താഴെ വീണിരുന്നതിനാൽ അവ പരിശോധിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. നമ്മുടെ ഏറ്റവും ദുർബല ഭാഗത്തെ, നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ശലോമോൻ നമ്മെ പഠിപ്പിക്കുന്നു. അവൻ്റെ ഹൃദയം കാത്തു സൂക്ഷിക്കാൻ അവൻ തൻ്റെ മകനോട് നിർദ്ദേശിക്കുന്നു. കാരണം ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നമ്മെ നയിക്കുകയും മോശമായ തീരുമാനങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുകയും നമ്മുടെ ശ്രദ്ധ എവിടെ കേന്ദ്രീകരിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുകയാണെങ്കിൽ നാം നമ്മുടെ കാൽ തിന്മയിൽ നിന്ന് വിട്ടുകളയുകയും ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ യാത്രയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. നാം എല്ലാ ദിവസവും ശത്രുരാജ്യത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നന്നായി ജീവിക്കുവാനുള്ള നമ്മുടെ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് കഴിയും. ചിന്തിക്കുക, നിങ്ങളുടെ ഹൃദയം ഏറ്റവും അധികം ദുർബലമായിരിക്കുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കും? ദൈവത്തിന് മഹത്വം.